സന്ദീപ് വാര്യർ, ഈ ഇത്തരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ കഴിയുക, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുക? ഇപ്പൊ താങ്കൾ ഇപ്പോൾ കോൺഗ്രസിലാണ്, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളിലൊന്നും താങ്കൾ പങ്കാളിയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാലും പക്ഷേ അവിടെ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ അവിടെ പോയി കുഴപ്പമുണ്ടാക്കാം. BJP അല്ല ചെയ്തത്, VHP ആണ്. അവരിപ്പോൾ അത് ഓൺ ചെയ്തിട്ടുമുണ്ട്. ഈ മതസ്പർദ്ധ വളർത്തുന്നതിന്, മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്നതിന് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഈ സംഘപരിവാറിലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുക? ഞാൻ BJP വിടുന്ന സമയത്ത് തന്നെ ഒരു എക്കോസിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിനകത്ത് നിന്ന് സ്നേഹത്തിന്റെയോ ആർദ്രതയുടെയോ ആയിട്ടുള്ള അല്ലെങ്കിൽ മതസാഹോദര്യത്തിന്റെയോ ആയിട്ടുള്ള യാതൊരു സന്ദേശവും പുറത്തേക്ക് വരില്ല. ഇപ്പൊ പുറത്തേക്ക് കാണിക്കുന്നതെല്ലാം കാപട്യം മാത്രമാണ്. പക്ഷെ ആന്തരികമായി അവർ ഉൽപ്പാദിപ്പിച്ച വെറുപ്പും വിദ്വേഷവും മൂലം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട ഒരുപാട് വ്യക്തികൾ അതിനകത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത്തരം കാഴ്ചകൾ അവർക്ക് അരോചകമായി തോന്നും. മതസാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ, പരസ്പര വർത്തിത്വത്തിന്റെ ഒക്കെ കാഴ്ചകൾ അത് കണ്ണുകൾക്ക് അരോചകമായി മാറിയിട്ടുള്ള ഒരു വിഭാഗം ജീവികളാണ് അതിനകത്തിരിക്കുന്നത്. അവരാണ് ഇത്തരത്തിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന, ചെറിയ കുട്ടികളുടെ കരോൾ ആഘോഷത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലൊക്കെ പോകുന്നതും. സാങ്കേതിക ഒരു കാര്യം ചോദിക്കട്ടെ, അത് കൂടുതൽ വിശദീകരിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം ഗ്രൂപ്പുകൾ എന്തെങ്കിലും നടത്തുമ്പോൾ അത് BJPയുമായി ബന്ധമില്ല, നിങ്ങൾക്ക് ഈ പരിവാർ സംഘടനകളെ പറ്റി പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് തള്ളി പറയുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയുമാണ് സാധാരണഗതിയിൽ BJP നേതാക്കൾ ചെയ്യാറുള്ളത്. എങ്ങനെയാണ് VHP നേതൃത്വവുമായി അങ്ങേക്ക് ഈ പറയുന്ന BJPയെ ബന്ധിപ്പിക്കാൻ കഴിയുന്നത്? ഒന്ന്, ഇന്നലെ അക്രമത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 പേർ. അതിൽ അനിൽകുമാർ നേരത്തെ ചിറ്റൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു, BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രണ്ടാമത്തെ ആള് അവിടെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു, സുശാസനൻ. ഈ 2 പേരും BJPയുമായി ബന്ധമുള്ളവരും BJPയുടെ സജീവ പ്രവർത്തകരും. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി സമുദായ നേതാക്കളെ സമ്പർക്കം ചെയ്യാൻ വേണ്ടിയുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരുമാണ്. അവരെ ആ പരിപാടിയിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ളവരാണ്. ഒന്നാമത്തെ കാര്യം. 2, വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടന തന്നെയാണ്. RSSന്റെ BJP എങ്ങനെയാണോ, ABVP എങ്ങനെയാണോ, BMS എങ്ങനെയാണോ, അതുപോലെ തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തും. RSS നിയോഗിക്കുന്ന ഒരു സംഘടനാ സെക്രട്ടറി ഈ BJPക്കകത്തുമുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തിനകത്തുമുണ്ട്, BMSനകത്തുണ്ട്, ABVPക്കകത്തുണ്ട്. നിലവിൽ BJPക്കകത്തെ സംഘടനാ സെക്രട്ടറി സുഭാഷ് പിൻവാങ്ങിയിരിക്കുകയാണ്. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിനകത്തുള്ള സംഘടനാ സെക്രട്ടറിയുടെ പേര് എനിക്ക് തോന്നുന്നു ഗിരീഷ് എന്ന് പറയുന്ന പ്രചാരകനാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംഘടനാ സെക്രട്ടറി ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സഹോദര സംഘടന, അതല്ലെങ്കിൽ ഒരേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള സംഘടന തന്നെയാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇവരുടെ ഈ സംഘടനകളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നാണ്, പ്രവർത്തന പദ്ധതി ഒന്നാണ്, ഇവരുടെ ഐഡിയോളജി ഒന്നാണ്. ഒരാൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റാൾ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റാൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഈ സംഘടനാ ശൈലി എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർക്ക് തള്ളി പറയാൻ സാധിക്കില്ല. ഇപ്പൊ വിശ്വ ഹിന്ദു പക്ഷത്തിന്റെ സംസ്ഥാന നേതൃത്വം ഇത് ഓൺ ചെയ്തിട്ട് സുരേന്ദ്രൻ പോയിട്ട് ഞങ്ങളല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ സുരേന്ദ്രൻ സംഘപരിവാറിന്റെ മറ്റൊരു സംഘടനയെ തള്ളി പറയുകയാണോ? ഇത് അവർ തമ്മിൽ പരസ്പര അഭിപ്രായ വ്യത്യാസമാണോ ഉള്ളത്? അപ്പൊ ഇത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും മറുപടി പറയാൻ ബാധ്യതയുണ്ട്. കേരളം പോലെ ഈ ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാൻ നാടകം കളിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമത്തിന് കൂടി സംഘപരിവാർ തന്നെ നേതൃത്വം കൊടുക്കുന്നത് സന്ദീപ് വാര്യർ സംസാരിച്ചതിന്. അടുത്ത കാലത്ത് BJPയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നൊക്കെ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. ഇനി ഞാനാണെന്നെങ്ങാനും പറയുമ്പോൾ എന്ന് സന്ദീപ് അതിന് പോസ്റ്റ് ഇടുകയും ചെയ്തു മറുപടിയായി. ഏതായാലും സന്ദീപ് വാര്യർ പക്ഷേ ഈ ഒരു കാര്യത്തെ കുറച്ചുകൂടി അതിനകത്ത് നിൽക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച്, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന സന്ദീപ് വാര്യരാണ് പറയുന്നത് അവരുടെ രീതി ഇതാണ് എന്നുള്ളത്. ഈ സാധാരണഗതിയിൽ ഈ പരിവാർ സംഘടനകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞു പോകാറാണ് പതിവ്. അതുകൊണ്ടാണ് അത് കൂടുതൽ കൃത്യമായി വിശദീകരിക്കാൻ സന്ദീപിന് കഴിയുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട്. പിന്നെ കർണാടക ഇലക്ഷനൊക്കെ പോയിട്ട് അടുത്ത് കേരളമാണ് എന്ന് പറഞ്ഞു പോയ ദേശീയ നേതാക്കളുണ്ടല്ലോ ഇവർക്ക്. അപ്പൊ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് അവർ വിശദീകരിക്കട്ടെ.